കഴിഞ്ഞ വ്യാഴാഴ്ച മൊറോക്കയിൽ നിന്ന് 60,000 പേര് 3.5 കിലോമീറ്റർ നീന്തി കടന്ന് സ്പെയിൻ്റെ ഒരു പട്ടണത്തിലെത്തി. മൊറോക്കയിലെ സ്ഥിതിവിശേഷം നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള ഒരു സ്ഥലമാണ്. അതേസമയത്ത് മൊറോക്കയിലുള്ളവർക്ക് യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാവുന്നതാണ് അവരുടെ വിചാരം. അവരങ്ങനെയാണ് മൈഗ്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കടൽ വഴിയും ജിബ്രാൾട്ടർ സന്ധി വഴിയും ഒക്കെ കള്ളക്കടത്തിലും ബോട്ടിലും ഒക്കെ മറുകര സ്പെയിനിൽ അവരെത്തും. അവിടെ നിന്ന് അവർ ഫ്രാൻസിലേക്കും പിന്നീട് ഇറ്റലിയിലേക്കും വഴി പോകുന്നെന്നാണ് മനസ്സിലാകുന്നത്. ഗ്രീസിലേക്കും ചിലർ പോകും. യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്ക് ഇവർ കടക്കുന്നത് അങ്ങനെയാണ്. മൊറോക്കക്കാരുടെ അന്ത്യം അവരെ ഒന്നെങ്കിൽ കടലിൽ അല്ലെങ്കിൽ അവർ മൈഗ്രേഷൻ രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ 60,000 പേര് ഒരു ദിവസം കൊണ്ട് സ്പെയിനിൻ്റെ ഒരു ഉപദ്വീപായ സെലൂട്ടയിൽ എത്തി. സെലൂട്ടയിലെ അതൊരു സ്പെയിൻ്റെ നഗരമാണ്. പക്ഷേ അത് സ്ഥിതി ചെയ്യുന്നത് ജിബ്രാൾട്ടർ സന്ധി അല്ലെങ്കിൽ മൊറോക്കോയുടെ തീരത്താണ്. ഒരു സ്വതന്ത്ര സ്പെയിനിൻ്റെ ഒരു ജില്ല പോലെയോ ഒരു ചെറിയ രാജ്യം പോലെയോ നിൽക്കുന്ന സ്ഥലമാണ്. സ്പെയിൻ്റെ ഭാഗമാണ്. സ്പെയിനിൽ ഈ അടുത്ത കാലത്ത് മറ്റ് യൂറോപ്യൻ യൂണിയനിലൊക്കെ അവിടെയൊക്കെ പലരും മൈഗ്രേഷൻ നടത്തുന്ന അതിശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സ്പെയിന് അല്പം ലിബറലാണ്. സ്പെയിനിലെ സുപ്രീം കോടതി അടുത്ത ദിവസം ചില ഈ കാര്യത്തെപ്പറ്റി മൈഗ്രേഷനെ പറ്റിയൊക്കെ പറഞ്ഞത് അല്പം ലാഘവത്തോടെ അല്ലെങ്കിൽ അല്പം മയത്തിലുമായിരുന്നു. ഇത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടാണ് അവിടുത്തെ ഈ കടത്തുകാർ രംഗത്ത് വന്നത്. ഇപ്പോൾ 3.5 കിലോമീറ്ററോളം വരും മൊറോക്കൻ തീരത്ത് നിന്ന് ഈ കടൽ വഴി ഉള്ള ഈ ഐലൻഡിൽ അല്ലെങ്കിൽ മൊറോക്കോട് ചേർന്ന് കിടക്കുന്ന സ്പെയിൻ്റെ അധീനയിലുള്ള ആ പട്ടണം. അവിടെ ഏകദേശം 80,000 സ്പെയിൻകാരുണ്ട്. അങ്ങോട്ടേക്ക് ഒരു ദിവസം കൊണ്ട് 60,000 പേര് കടൽ കടന്നും ചെറിയ വള്ളങ്ങളിലും അല്ലെങ്കിൽ നീന്തിക്കടന്നും 3.5 കിലോമീറ്ററാണ് ആ ദൂരം. 60,000 പേരെത്തി. മൊറോക്കൻ പട്ടാളം ഇവരെ പിന്തിരിപ്പിക്കാൻ നോക്കി. ഏകദേശം കണ്ണീർവാതക ശല്യങ്ങളൊക്കെ ചെയ്താലും മൊത്തം 57 പേര് മരണപ്പെട്ടു. ബാക്കി എല്ലാവരും അവിടെ കരകയറി. അവർ ആ പട്ടണത്തിൽ ലയിച്ചു. 80,000 പേരുള്ള ആ പട്ടണത്തിൽ 60,000 പേരും കൂടെ വന്ന് 1,40,000 പേര് ജനസംഖ്യയായി. അവിടുന്ന് തീർച്ചയായിട്ടും അവർ വള്ളങ്ങളിലും ബോട്ടുകളിലൊക്കെ ആയിട്ട് സ്പെയിനിലേക്ക് അല്ലെങ്കിൽ ഇറ്റലിയിലേക്കോ ഒക്കെ അവർ മെഡിറ്ററേനിയൻ കടലിൽ കൂടെയൊക്കെ പോകും. അതിനൊക്കെയുള്ള സംവിധാനം അവിടെയുണ്ട്. ഓരോ കടത്തിനും ഓരോരുത്തരും ബോട്ടിൽ കള്ളക്കടത്ത് ആൾക്കാരെ കൊണ്ടുപോകുന്ന സംഘങ്ങൾ വളരെ പ്രബലമാണ് മെഡിറ്ററേനിയൻ തീരത്തെല്ലായിടത്തും. ഇപ്പോഴത്തെ ഇത് ലോകരാഷ്ട്രങ്ങളെല്ലാം ഞെട്ടിപ്പോയി. കാരണം 10,000, 1000, 2,000 പേരൊക്കെ പോകുന്നത് അറിയാം. പല ബോട്ടുകളിലും നിറച്ച് 600 പേർ 700 പോയിട്ട് ആ ബോട്ട് മുങ്ങി പലരും വെള്ളത്തിൽ വീണ് മരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം 60,000 പേരോളം മൊറോക്കയിൽ നിന്ന് സ്പെയിൻ്റെ അധീനമുള്ള പട്ടണത്തിലേക്ക് കരപറ്റി. പലരും നീന്തി കയറുന്നതൊക്കെ നമ്മൾ ദൃശ്യത്തിൽ കണ്ടു. ചിലർ നിക്കർ മാത്രം ഇട്ടുകൊണ്ട് നീന്തി കയറിയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ വരെ നീന്തി പോകുന്നുണ്ട്. കാരണം വന്നവർക്ക് എല്ലാവർക്കും നീന്തുവശമാണ്. 3.5 കിലോമീറ്റർ ഉള്ളൂ. 3.5 കിലോമീറ്റർ നീന്തി എത്തിയവരുമുണ്ട്. ചെറിയ ബോട്ടുകളിലും ചെറിയ വള്ളങ്ങളിലും അങ്ങനെയൊക്കെയാണ്. കടൽ ഇത് അടുക്കാതെ കുറച്ച് ദൂരെ ഒരുവിധം വലിയ ബോട്ടുകൾ കിടക്കുന്ന കണ്ടു. അതിൽ നിന്നൊക്കെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടി നീന്തി കരക്ക് കയറുകയാണ്. എന്തായാലും ഈ ഒരു മൈഗ്രേഷൻ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മൈഗ്രേഷൻ തന്നെയാണ്. കാരണം കടലിൽ കൂടെ ഒക്കെ കൂടി അവർ നീന്തിയും തുടിച്ചും അവർ കഷ്ടിച്ച് അവർക്ക് ഒരു നിക്കറോ അല്ലെങ്കിൽ ഒരു തുണികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവരും ഉപജീവനത്തിന് വേണ്ടി പുതിയ ഭാവിക്ക് വേണ്ടി മൊറോക്കയിലെ അവരുടെ പട്ടിണി മരണത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ഒരു ജനതയെ ഒന്നിച്ച് ജാതി മത ചിന്തയില്ലാതെ എല്ലാവരും നേരെ സ്പെയിൻ്റെ അധീനയിലുള്ള ആ ദ്വീപിലേക്ക് ചെന്നെത്തിയിരിക്കുന്ന വാർത്തയാണ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.